നമ്മുടെ എല്ലാം ജീവിതത്തിൽ വിജയവും സന്തോഷവുമാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. എന്നാൽ എല്ലാവരുടെയും കൂടെ ഉള്ളത് എപ്പോഴും പ്രശ്നങ്ങളാണ്. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാകാം. ചിലരുടെ പ്രശ്നങ്ങൾ വ്യക്തിബന്ധങ്ങൾ കാരണമാകാം, മറ്റു ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളാകാം, വേറെ ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും. എന്നാൽ നമുക്കെല്ലാം പൊതുവായുള്ളൊരു പ്രശ്നം ആദ്യമാണ്. നമ്മുടെ ഒന്നാം നമ്പർ ശത്രുവും അതേസമയം ഈ സന്തത സഹചാരിയും അത് തന്നെയാണ്. നമ്മളിപ്പം ഈ എൻ്റെ കൂടെ ഉണ്ടാവും. ഇയാളാണെനിക്കെല്ലാം എപ്പോഴും എന്നെ പിടിച്ചു നിർത്തുന്നത്. ഇയാളാണ് മറ്റൊരു മുമ്പിൽ ഈ പണക്കാരനായ ഇയാൾ എൻ്റെ കൂടെ കൊണ്ടുവരുത്താൽ എനിക്കൊരു റെസ്പെക്റ്റ് കിട്ടും, എന്നെ എല്ലാവരും ബഹുമാനിക്കും. എല്ലാവർക്കും എപ്പോഴും വലിയവരുമായിട്ടാണ് കൂട്ടുണ്ടാവും, താഴെയുള്ളവരായിട്ട് കൂട്ടുകൊടുത്തില്ലല്ലോ. നമ്മൾ സ്വാഭാവികമായിട്ട് 98% അങ്ങനെ കാണുന്നത്. പണക്കാരുണ്ട് അവരുമായിട്ട് കൂട്ടുകാർ, ബന്ധുക്കൾ പണക്കാരുണ്ട് ആദ്യം അവരുടെ പേര് പറയും, അല്ല ഇന്ന പ്രൊഫസറുടെ, അല്ല ഇന്നയാടെ, അല്ല ഇന്നയാടെ ബന്ധു എന്നാണ് പരിചയപ്പെടുന്നത്, അല്ല ഇന്ന മന്ത്രിയുടെ, അല്ല അങ്ങനെ നമ്മൾ പരിചയപ്പെടും. അപ്പം എപ്പോഴും നമ്മൾ ഇതിനെയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? താൻ താഴത്തെ ആൾ എന്ന് പറയുമ്പം മറ്റുള്ളവർ റെസ്പെക്റ്റ് കിട്ടത്തില്ല, അവരത്ര നമ്മൾ ശ്രദ്ധിക്കില്ല, അപ്പോൾ ഒരു വിഷമം വരും. അപ്പോൾ ആ ഭയം കൊണ്ട് ആ വിഷമം വരാതിരിക്കാൻ വേണ്ടിയും ബഹുമാനം കിട്ടാനും അയാളുടെ അറ്റൻഷൻ കിട്ടാനും വേണ്ടി നമ്മൾ വലുത് പറയും. എന്നുവെച്ചാൽ ആ സ്ഥാനമാനങ്ങൾ ഇതിനെയാണ് നമ്മൾ പൊക്കി പിടിച്ച് നടക്കുന്നത്. അല്ലെ കിട്ടിയില്ലേ വിഷമിക്കും. രോഗത്തിനെ പറ്റി ആദി, മറ്റു പല കാര്യത്തിൽ നമുക്ക് ആദ്യമുണ്ടല്ലോ. ഇങ്ങനെ ഒരു ആദ്യമുണ്ട്. കാരണം അവർ എന്നെ ബഹുമാനിക്കത്തില്ല, അങ്ങനെ വിഷമം തനിക്ക് തോന്നിയിട്ട് അവരുടെ മുമ്പിൽ ഈ വിഷമം വരാതിരിക്കാൻ വേണ്ടി വലിയ ആളായിട്ട് കാണിക്കും. ആദ്യമൊരു ഒളിമ്പിക് മത്സരം വെച്ചാൽ നമ്മൾ പലർക്കും സ്വർണ്ണ മെഡൽ തന്നെ കിട്ടും. നമ്മുടെ ബാഹ്യമായ പ്രശ്നങ്ങൾ ഏതും പരിഹരിക്കാനുള്ള ആദ്യച്ചവിടെ ഈ ആന്തരികമായ ആദിയെ അതിജീവിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആന്തരികമായിരിക്കുന്നത് ഈശ്വരനാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ എല്ലാം ആന്തരികമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് ഈ അഹങ്കാരമാണ്, ഈ ഭയമാണ്. അഹങ്കാരം കൊണ്ടാണല്ലോ സ്ഥാനമാനം പ്രതീക്ഷിക്കുന്നത്. എനിക്കത് വേണം, എനിക്കിത് വേണം. അത് നമ്മുടെ ശത്രു തന്നെയാണ്. ആദ്യം ഒന്ന് വിശകലനം ചെയ്താൽ അതിനിയും പറഞ്ഞിട്ടില്ലാത്ത ഭാവിയെക്കുറിച്ചുള്ള ഭീതിയാകാം, അല്ലെങ്കിൽ ഭൂതകാലത്തിൻ്റെ ശവക്കിഴികൾ തോണ്ടുന്ന നിയന്ത്രണം വിട്ട ഭീതിയാകാം. അച്ഛൻ മരിച്ചുപോയി, അല്ലെങ്കിൽ അമ്മ മരിച്ചുപോയി, അല്ല കുട്ടി മരിച്ചുപോയി, വീണ്ടും ശവക്കുഴി തോണ്ടുക കുട്ടിയെ തിരിച്ചെടുക്കാൻ, തിരിച്ചു വരുമെന്നുള്ള ചിന്തയും. ചത്തുപോയ ശവത്തെ കെട്ടിപ്പിടിച്ചാൽ തിരിച്ചു വരത്തില്ലല്ലോ. പക്ഷെ നമ്മളിപ്പോൾ ആ കഴിഞ്ഞ കാലത്ത് തന്നെ ജീവിക്കുകയാണ്. അപ്പോൾ അത് ശവത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്നവരാണ്. നമ്മളെ അസ്വസ്ഥരാക്കുന്ന ചിന്തകളുടെ നിരന്തരമായ ആവർത്തനത്തെയാണ് ആദ്യം വിളിക്കുന്നത്. ആ പൈസയുടെ പലിശ ആദ്യം അവിടെ കൊണ്ടും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം വീട് വയ്ക്കാൻ ഒരു 10 ലക്ഷം ഒരാൾക്ക് കടം മേടിക്കണം, വീട് വിൽക്കണം എന്ന് ചിന്തിക്കുകയാണ്. വീട് വിൽക്കണം ചിന്തിക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്ലാൻ പാസ്സാക്കിയില്ല, വരച്ച് പോയി പാസ്സാക്കി എടുക്കണം, പാസ്സാക്കിയൊന്നുമില്ല. അതിനു മുമ്പ് തന്നെ ഈ 10 ലക്ഷം പലിശ 100 കൊണ്ടവിടെ കൊടുത്തു. പിന്നെ വേണം പ്ലാൻ വരച്ച് പാസ്സാക്കിയിട്ട്, അത് വർഷങ്ങളെടുത്തെന്നിരിക്കും പ്ലാൻ പാസ്സാക്കി കിട്ടാൻ. അപ്പം അതിനു മുമ്പേ കൊണ്ട് പലിശ അടയ്ക്കുന്നവരാണ്. ഇയാൾ പൈസ തരണമെന്നില്ല, അങ്ങോട്ട് പൈസ കിട്ടിക്കഴിഞ്ഞേക്കും. ഇതുപോലാണ് നമ്മൾ നാളെ എന്താകും, നാളെ എന്താകും, ഇന്നിവിടെ എപ്പോഴും നാളത്തെ കാര്യം അല്ല ഇന്നലത്തെ കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. നീ ഇന്നലെ കഴിഞ്ഞ പോയ കാലത്തിൽ അല്ല വരാൻ പോകുന്ന കാലത്തിൽ. അതാണ് നമ്മൾ വൃദ്ധാശ്രമത്തിൽ ചെന്നാലും പല അമ്മമാരും എന്നെ അവർ നോക്കുന്നില്ല, ഇവർ നോക്കിയില്ല, അവരോട് വേണ്ടിയില്ല, വന്ന് കണ്ടില്ല, അവരെൻ്റെ എഴുതി മേടിച്ച് ഇവരെൻ്റെ എഴുതി മേടിച്ച് ഈ 10 പൈസ തരുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിന് പറഞ്ഞുകൊണ്ടിരുന്ന് കരഞ്ഞുകൊണ്ട് നമുക്ക് നാമം ജപിക്കാനും പറ്റുന്നില്ല. ദുഃഖിച്ച് 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 ഈ പരാതി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും. അവരിങ്ങനെയാണ്. നമ്മൾ അവരുടെ പ്രതീക്ഷ വയ്ക്കേണ്ട പ്രായമായി, അവർക്കെല്ലാം ചെയ്യേണ്ടതൊക്കെ എഴുതി കൊടുത്തു.
ശരി, അത്രയും സമയം ജപിക്കുകയാണെങ്കിൽ അത് നമുക്കും ഗുണം. ഇനിയൊരു അറിവില്ലാത്ത കുഞ്ഞ് അടുത്ത തലമുറ ജനിക്കത്തുമില്ല. ഇപ്പം ജനിച്ച കുഞ്ഞിനും ഭാവിയിലൊരു മാറ്റം ഉണ്ടാകാം. കാരണം അവിടെ അറിവില്ലായ്മയും പുറത്താലല്ലേ അവർ നല്ല കാര്യം ചെയ്യത്തുള്ളൂ. ആ ഒരു രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു മനസ്സ് നമുക്കുണ്ടാകണം.